ചില സംവിധായകർ സിനിമ എടുക്കുമ്പോൾ നമ്മൾ കാത്തിരിക്കും. രാജമൗലിയുടെ ബാഹുബലി വന്നപ്പോൾ മുകുന്ദരാവേശമായിരുന്നു. രാജമൗലി സിനിമ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര സിനിമയായിരിക്കും, ഭയങ്കര സംഭവമായിരിക്കും. അത് അത് കാണാൻ തന്നെ ഒരു ആവേശം ഉണ്ടായിരിക്കും. എന്തൊരു ആവേശമാണ്. അതുപോലെയാണ് ചില മത്സരങ്ങൾ ഠും 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 എന്ന് പറഞ്ഞ് നിൽക്കും. അതുപോലുള്ള കേരളത്തിലേത് മണ്ഡലത്തിൽ മത്സരിച്ചാലും അവിടെ ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കാൻ കഴിയുന്ന, അവിടെ ഇളക്കി മറിക്കുന്ന, സകലവരെയും ഇളക്കി, പണമാവട്ടെ, സംവിധാനങ്ങളാകട്ടെ, സംഘടനാ സംവിധാനമാകട്ടെ, ഗ്രൂപ്പ് ഒന്നും നോക്കാതെ എല്ലാവരെയും ഇളക്കി മറിച്ച് അവിടെ ഉഴുതു മറിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് കേരളത്തിലുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരാണ് സാക്ഷാൽ ലീഡറുടെ മകൻ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ. ഒരേ ഒരാളേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയക്കാരനേ ഉള്ളൂ. അദ്ദേഹത്തിന് മൂഡ് ഓഫായി. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി മത്സരിക്കുന്നില്ല, എത്ര കാലം മത്സരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് കോർപ്പറേഷനിൽ ശബരിനാഥനെ നിർത്തി ഏറ്റവും ആദ്യം ഇവിടെ 10 പേരെ 101 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. വളരെ വലിയ ഹൈപ്പുണ്ടാക്കി 20 സീറ്റ് പിടിച്ചു. വിഴിഞ്ഞം ഉപതെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് വരെ പിടിച്ചു കളഞ്ഞു. അങ്ങനെ വലിയ ഞെട്ടിക്കൽ പരിപാടി നടത്തിയ ആളാണ് കെ മുരളീധരൻ. ഇപ്പോഴിതാ പുതിയൊരു ഞെട്ടിക്കൽ വരുന്നു. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ കെ മുരളീധരനാണ് സ്ഥാനാർത്ഥി എന്നറിയുന്നു. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ വന്നാൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാ കാലവും വോട്ടെണ്ണുമ്പോൾ പട്ടം, കേശവദാസപുരം, മുട്ടട ഭാഗത്ത് വോട്ടെണ്ണി എത്തുമ്പോൾ മുരളീധരൻ വലിയ വോട്ട് കിട്ടിയിരിക്കും. ഇപ്രാവശ്യം മുട്ടടയിൽ ജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്, കേശവദാസപുരം ജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്, അതുപോലെ തന്നെ കിണവൂർ ജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇങ്ങനെ ഒരുപാട് പ്രദേശങ്ങൾ ജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. കവടിയാർ ശബരിനാഥനെ വിട്ടുപോയി, കവടിയാർ ജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. വലിയ ഹൈപ്പ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മുരളീധരൻ കൂടെ തിന്നാൽ പിന്നെ ഒരു ഒന്നൊന്നര മത്സരമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കുക. എന്നാൽ ഇപ്പുറത്ത് മോശമോ, നമ്മുടെ ബ്രോയ്ക്ക് ചെറിയ ഒരു ഡിമ്മ് പറ്റി, എന്നാലും മേയർ ബ്രോ നിന്നാലും അയാൾ അതേ സൈലൻ്റ് ആണ്, പക്ഷേ നല്ല മത്സരമായിരിക്കും. അപ്പോൾ ഒരു വശത്ത് മേയർ ബ്രോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സുനിൽകുമാർ എന്ന ചെറുപ്പക്കാരനാണ് CPM-ൻ്റെ ഈ കരകൗശല കോർപ്പറേഷൻ്റെ ചെയർമാനും CIT-ൻ്റെ വലിയ നേതാവുമാണ്. അപ്പോൾ ചെറുപ്പമാണ്, പക്ഷേ സുനിൽകുമാർ അരുവിക്കരക്കാരനാണ്. അദ്ദേഹം നിന്നാലും വലിയ ഹൈപ്പ് ഉണ്ടാക്കും, കാരണം ചെറുപ്പം എന്നുള്ള നിലയിൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കും. അതുപോലെ തന്നെ പിന്നെ BJP-യിലാണെങ്കിൽ ശ്രീലേഖ IPS എന്നാൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കും, കാരണം അവർ വിവാദവും ബഹളവും സ്നേഹവും സങ്കടവും കരച്ചിലും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും മനസാക്ഷി അവർ എടുത്തിട്ടുണ്ട്. ഒരു രക്തസാക്ഷി പരിവേഷത്തിൽ നിൽക്കുകയാണ്. അവർ മത്സരിച്ചാലും വലിയ ഹൈപ്പ് ഉണ്ടാക്കും. പിന്നെ സിനിമാതരൻ കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നതെങ്കിലും മോശമാവില്ലല്ലോ. അതുപോലെ കെ സുരേന്ദ്രനാണ് പറഞ്ഞെങ്കിൽ പിന്നെ കൊഴുക്കും. കെ സുരേന്ദ്രനും കെ മുരളീധരനും കൂടെ ആണെങ്കിൽ കേരളവും ഇന്ത്യയും തിരിഞ്ഞു നോക്കുന്ന ഏറ്റവും പ്രധാന മണ്ഡലം വട്ടിയൂർക്കാവായിരിക്കും. കാരണം ഇപ്രാവശ്യത്തെ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കോർപ്പറേഷനിൽ BJP ഭരിക്കുന്നത് കൊണ്ട് വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, പിന്നെ തിരുവനന്തപുരം സെൻട്രൽ, നേമം 4 മണ്ഡലങ്ങൾ കോർപ്പറേഷൻ പ്രദേശവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. ഈ 4 മണ്ഡലങ്ങളിലും BJPക്ക് അതിനിർണായകമായ സ്ഥാനമുണ്ട്. മാത്രമല്ല മുരളീധരനാണ്, കേന്ദ്രമന്ത്രിയാണ് കഴക്കൂട്ടം മത്സരിക്കുന്നത്. വലിയ മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. നേമത്ത് മത്സരിക്കുന്നത് ഈ മത്സരത്തിൻ്റെ രാജമൗലിയായിട്ടുള്ള 1 മാസം മാത്രം സ്ഥാനാർത്ഥിത്വം കിട്ടി, 1 മാസം മാത്രം പ്രചരണത്തിന് കിട്ടിയിട്ടും ശശി തരൂരിനെ അവസാന ലാപ്പ് വരെ വെള്ളം കുടിപ്പിച്ച് നിർത്തിയ സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖർ, അതൊരു വേറൊരു വസ്തുവാണ്. അദ്ദേഹമാണ് നേമത്ത് മത്സരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം വട്ടിയൂർക്കാവിൻ്റെ മനഃശാസ്ത്രവും വട്ടിയൂർക്കാവിൻ്റെ സാമ്പത്തിക ശാസ്ത്രവും ഒക്കെ വച്ച് നോക്കുമ്പോൾ വട്ടിയൂർക്കാവ് കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഒരു മണ്ഡലമായി മാറുകയാണ്. അവിടെ പിന്നെ മറ്റൊരു പ്രധാന പ്രശ്നമുള്ളത്, മുരളീധരൻ അവിടെ MLA ആയിരുന്നു. മാത്രമല്ല എല്ലാ വീടുകളിലെ ആളുകളെയും പേര് പറഞ്ഞ് വിളിക്കാൻ മാത്രമുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ ബന്ധമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് മുരളീധരൻ. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്നത്. അപ്പോൾ മുരളീധരൻ മത്സരിച്ചാൽ അത്ര എളുപ്പമല്ല CPM-നും അതുപോലെ തന്നെ കോൺഗ്രസിനും പിന്നെ BJPക്കും അടിച്ചുകൊണ്ട് പോകാൻ. എന്നാൽ BJPയുടെ സാന്നിധ്യം ഇപ്പോഴിതാ നരേന്ദ്രമോദിയെ കാണാൻ പോയ മേയറും മറ്റ് ടീമിൽ മേയറും ഡെപ്യൂട്ടി മേയർ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളെ മറ്റ് സ്റ്റേറ്റുകളിൽ അയച്ചിരിക്കുകയാണ് പഠിക്കാനായിട്ട്. അപ്പോൾ മോഡിയും ഒരു വലിയ തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വട്ടിയൂർക്കാവിനെ നാളെ, ഇനിയിപ്പോൾ കോർപ്പറേഷൻ്റെ ബഡ്ജറ്റ് വരുന്നു വളരെ അടുത്ത ദിവസങ്ങളിൽ, അവർ വട്ടിയൂർക്കാവിനും തിരുവനന്തപുരത്തിനും കോർപ്പറേഷനും എന്തൊക്കെയാണ് പ്രഖ്യാപിക്കുക എന്നറിയില്ല. അങ്ങനെ പോകുമ്പോൾ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന മണ്ഡലം വളരെ ഗുരുതരമായിട്ടുള്ള, വളരെ നല്ല രാഷ്ട്രീയ ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമായി മാറും. കെ മുരളീധരൻ മത്സരിക്കാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. കാരണം മന്ത്രിമാരുടെ ലിസ്റ്റിൽ കെ മുരളീധരനുണ്ട്. കെ മുരളീധരൻ UDF വന്നാൽ
മന്ത്രിമാരാകുന്നവരുടെ പ്രധാന ലിസ്റ്റിൽ കെ മുരളീധരനുണ്ട്. മാത്രമല്ല കെ മുരളീധരന് പ്രചരണ സമിതിയുടെ മറ്റു കാര്യത്തിൻ്റെ ഒരു ചുമതലയും കൊടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് മാത്രമല്ല നേമത്ത് ചിലപ്പോൾ ഒരു കളി ബി ജെ പിയും കോൺഗ്രസുമായിട്ടൊരു അൺഒഫീഷ്യൽ കളി കളിച്ചാലും സാധ്യതയുണ്ട്. കാരണം നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കാൻ വേണ്ടി അത്ര പ്രമുഖരല്ലാത്തൊരു കാൻഡിഡേറ്റിനെ ചിലപ്പോൾ കോൺഗ്രസ് അവിടെ കൊടുത്താൽ CPM അവിടെ കൊടുക്കും. കാര്യം CPM-നും രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ തോൽപ്പിക്കാൻ താല്പര്യമില്ല, കോൺഗ്രസിനും താല്പര്യമില്ല. അത് വേറെയാണ് രാഷ്ട്രീയം. അതുകൊണ്ട് അവിടെ CPM-ൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നറിയില്ല. ശിവൻകുട്ടിക്ക് പ്രായമൊക്കെ ആയി, ഇനി ശിവൻകുട്ടി മത്സരിക്കുമെന്നറിയില്ല. ശിവൻകുട്ടി മത്സരിച്ചാലും വെറുതെ ഒരു നാമമാത്രമായി തോക്കാൻ വേണ്ടി കയറി നിൽക്കുന്നത് പോലെ നിൽക്കുന്നതായിരിക്കും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും ഡമ്മി സ്ഥാനാർത്ഥിയായിരിക്കും. അവിടെ ജയിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും. അതിന് പകരമായി വട്ടിയൂർക്കാവ് തിരിച്ച് കോൺഗ്രസിന് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യവും ഇവിടെ രാഷ്ട്രീയ അകത്തളങ്ങളിലുള്ള ഒരു കരക്കമ്പി കറങ്ങുന്നുണ്ട്. എന്തായാലും വട്ടിയൂർക്കാവ് വളരെ നല്ല രസകരമായ ഒരു ട്രംപ് കാർഡാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ, കെ മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഹൈപ്പ് വളരെ വലുതായിരിക്കും. മത്സരത്തിൻ്റെ ചൂട് നല്ല രസകരമായിരിക്കും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്രൂപ്പുകൾക്ക് അതീതമായി A ഗ്രൂപ്പും I ഗ്രൂപ്പും K ഗ്രൂപ്പ് എന്തെല്ലാം ഗ്രൂപ്പുണ്ട് എല്ലാറ്റിനെയും ഒരേ ചരടിൽ മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന അപൂർവ നേതാക്കൾ ഒരാളാണ് കെ മുരളീധരൻ. ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിലെ വളരെ ഭീഷ്മാചാര്യന്മാരുടെ തോതിൽ KPCC പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ഏക കുറവ് മറ്റുള്ളവർ അദ്ദേഹത്തിൽ കാണുന്നത് അദ്ദേഹം കരുണാകരൻ്റെ മകനാണ് എന്നുള്ള കാരണം അത് പറഞ്ഞ് അങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. ബാക്കി എല്ലാവിധത്തിലുള്ള കഴിവുകളുള്ള കൃത്യമായി അച്ഛൻ്റെ മകനായിട്ട് തന്നെ നല്ല വേറെ ഒരു അച്ഛന്മാരുടെ മക്കളൊക്കെ രാഷ്ട്രീയത്തിലുണ്ടല്ലോ, അച്ഛന്മാർ തന്നെ തള്ളിപ്പറഞ്ഞ മക്കൾ രാഷ്ട്രീയത്തിലുണ്ട്. അവിടെയൊക്കെ നോക്കുമ്പോൾ വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്ന കെ കരുണാകരൻ്റെ സാക്ഷാൽ ലീഡറുടെ മകൻ കെ മുരളീധരൻ മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിന് വലിയ ഒരു ഹൈപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 2 പ്രാവശ്യം MLA ആയിട്ടുള്ള പ്രശാന്തിനെ എഴുതിത്തള്ളാൻ കഴിയില്ല. നമുക്ക് 2 പ്രാവശ്യം അത് MLA ആയിരുന്നു, എഴുതിത്തള്ളാൻ കഴിയത്തില്ല. അതുപോലെ BJP ഞാൻ ഈ പറഞ്ഞ മേയറുടെയും കോർപ്പറേഷൻ ഏരിയയുടെയും അവരുടെ ഒരു സാന്നിധ്യവും നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല. അപ്പോൾ ഒരാൾ കാൻഡിഡേറ്റ്ഷിപ്പ് കൊണ്ട് എഴുതിത്തള്ളാൻ കഴിയില്ല. ഒരു ടീമിനാണെങ്കിൽ MLA ആയിരുന്നത് കൊണ്ട് അവരെ എഴുതിത്തള്ളാൻ കഴിയില്ല. മറ്റൊരു ടീമാണെങ്കിൽ ഉദിച്ചു വരുന്ന സൂര്യന്മാരാണ്, അവരെയും എഴുതിത്തള്ളാൻ കഴിയില്ല. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേളികൊട്ട് നടക്കുന്ന മനോഹരമായൊരു മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറും എന്നുള്ള കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായത്തിന് ഒരു സ്കോപ്പുമില്ല.